ജീവൻ ഈ NSS ആസ്ഥാനത്ത് ചടങ്ങിൽ പെരുന്നയിൽ നടത്തിയ മന്നം ജന്മശതാബ്ദി ആഘോഷവേളയിൽ NSSന്റെ പുത്രന്മാർ എന്നാണ് രമേശ് ചെന്നിത്തലയെയും KB ഗണേഷ് കുമാറിനെയും NSS ജനറൽ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. ഇവിടെ പ്രതിപക്ഷം ഈ പിണറായി വിജയൻ നടത്തിയ സനാതന ധർമ്മത്തെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന തരത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെയുമൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാകാം. ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന KB ഗണേഷ് കുമാർ അതിനോട് പരസ്യമായി വിയോജിക്കുന്നത് ആരുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം, എന്ത് ലക്ഷ്യം വെച്ചായിരിക്കാം? KB ഗണേഷ് കുമാർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയും NSSൻ്റെ ഒരു ആശ്രിതനായിരുന്നു, NSSൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഭാരവാഹിയായിട്ട് പോലും പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. താലൂക്ക് പ്രസിഡൻ്റായിട്ടും മറ്റൊക്കെ ധാരാളം കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം സ്വാഭാവികമായിട്ടും NSSനെ പിണക്കിക്കൊണ്ട് KB ഗണേഷ് കുമാറിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനാണെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. എപ്പോഴും അതിൻ്റെ ഭാഗമായിരുന്നു. രമേശ് ചെന്നിത്തലയും അതേ രീതിയിലായിരുന്നു. രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലാണ് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നെ ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ട് ചാപ്പ കുത്തുന്നു എന്നൊരു പരാമർശം. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തല എത്രയോ കാലമായിട്ട് അദ്ദേഹം KSC നേതാവായിരുന്ന കാലം മുതൽ തന്നെ NSSൻ്റെ ഈ സുകുമാരൻ നായർ പറഞ്ഞ പോലെ പുത്രൻ തന്നെയായിരുന്നു. അതിലൊരു സംശയമില്ല. ഇപ്പോൾ ഈ സുകുമാരൻ നായർ പറഞ്ഞ വളരെ കൃത്യമാണ്. ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ഈ രണ്ട് പേര് NSSന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ NSSനെ പിണക്കുന്ന രീതിയിലൊരു പരാമർശത്തിലേക്ക് പോവില്ല. അതിനർത്ഥം നാളെ ഗണേഷ് കുമാർ UDFിലേക്ക് മാറുന്നു എന്നൊന്നുമില്ല, മാറിക്കൂടായിക ഒന്നുമില്ല. കാരണം ഗണേഷ് കുമാറിൻ്റെ പാർട്ടി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പലതവണ പോയിട്ടുള്ളതാണ്. അവസരം കിട്ടുമ്പോൾ അടുത്ത തവണ UDF ആണ് വരുന്നതെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പുറം പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് UDFിൽ നിന്നും LDFിലേക്ക് മാറിപ്പോയതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോയ കാര്യങ്ങൾ മറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗണേഷ് കുമാറിൻ്റെ ഒരു വാക്ക് അത് പ്രത്യേകമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പല ആളുകളും പറയുന്ന പോലെ അല്ല, ഇതിൽ രാഷ്ട്രീയക്കാർ ഇടപെടാൻ പറ്റില്ല. മുഖ്യമന്ത്രിയെ ഞാൻ ന്യായീകരിക്കുമെന്നില്ല, പക്ഷെ മുഖ്യമന്ത്രി ഇടപെട്ടത് തെറ്റായ കാര്യം. രാഷ്ട്രീയക്കാർ ഇടപെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയേണ്ടത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രിമാരാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെ വൈക്കം സത്യാഗ്രഹവും നടന്നതും അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് അതിൽ മുന്നിൽ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കന്മാർ തന്നെയായിരുന്നു. അവരെല്ലാവരും കൂടി മെനക്കെട്ടിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങളിൽ പലതും മാറ്റിച്ചത്. അവിടേക്ക് അവർണർക്ക് കയറാൻ പറ്റില്ല, ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അവർണർക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടും പാലിക്കപ്പെട്ട തന്ത്രിമാരൊക്കെ ഉറച്ചു നിന്നിരുന്നൊരു കാര്യമായിരുന്നല്ലോ. അന്നത്തെ ഭരണകൂടം ഉറച്ചു നിന്ന കാര്യമായിരുന്നല്ലോ. എന്നിട്ടും അതിനെതിരെ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും ഒടുവിൽ കർണാടകയിൽ സവർണ ജാതിക്കാർ ഭക്ഷണം കഴിച്ച എച്ചിലിലയിൽ ഉരുണ്ടിട്ട് വേണം ഈ അത് ആ ഉച്ഛിഷ്ടം അവർക്ക് താഴ്ന്ന ജാതിക്കാർ കഴിക്കണം എന്നുള്ള ആചാരം ഉണ്ടായിരുന്നല്ലോ. ആചാരം മാറ്റാൻ പറ്റില്ല എന്നുള്ള വളരെ പിടിവാശി തന്ത്രിമാരൊക്കെ എടുത്തിരുന്നല്ലോ. എന്നിട്ട് എന്തായി? കോടതി കർക്കശമായ നിലപാടെടുത്തില്ലേ? അത് മാറ്റിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പല അനാചാരങ്ങളും മാറ്റേണ്ടി വരും. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മേൽവസ്ത്രം ഇട്ടിട്ട് ഷർട്ട് ഇട്ടിട്ട് അകത്ത് കയറാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് വെച്ചുകൊണ്ട് തന്ത്രിമാർ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് ഈ മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഇസ്ലാം ഉണ്ടായത് എങ്ങനെയാണ്? അതുവരെ അവിടെ നിന്നിരുന്ന വിഗ്രഹാരാധനയെ പൂർണ്ണമായിട്ടും തല്ലി തകർക്കുന്ന രൂപത്തിൽ ആ കഅബയ്ക്കകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ അടിച്ചു തകർത്തിട്ടാണല്ലോ ഇസ്ലാമിൻ്റെ പിറവി തന്നെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഓരോ മതത്തിലും ഇപ്പം ക്രിസ്തു മതം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതുവരെ ഉണ്ടായിരുന്ന ഈ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും രീതിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ടാണല്ലോ. ഇപ്പോൾ ഈ ഹിന്ദുമതത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഹിന്ദുമതത്തിൽ എത്രമാത്രം മാറ്റം വന്നു. നേരത്തെ ഹിന്ദു അല്ല എന്ന് കൃത്യമായി ഇവിടെയുള്ള അവർണരാരും, അത് മിതവാദി കൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ ഈ കോഴിക്കോട്ട്, ഞാൻ നിൽക്കുന്ന കോഴിക്കോട്ട് ഈ ക്ഷേത്രത്തിന് മുമ്പിലൂടെ പോകാൻ, തളി ക്ഷേത്രത്തിന് മുമ്പിലൂടെ പോകാൻ, ആ റോട്ടിലൂടെ പോകാൻ
അനുമതി വേണമെന്ന് സാമൂതിരിയോടല്ല റെസിഡൻസ് സാഹിബിനോട് പിന്നെ അപേക്ഷിച്ചപ്പോൾ അന്ന് സവർണ വിഭാഗക്കാരെല്ലാവരും സാമൂതിരിയെ കൊണ്ടൊരു കത്തെഴുതിച്ചു റെസിഡൻസ് സാഹിബിന്, ഈ ബ്രിട്ടീഷുകാരന്. അതെന്ന് പറഞ്ഞാൽ ഇന്ന് ഈഴവർ, നാളെ പുലയർ, അത് കഴിഞ്ഞ് മുക്കുവർ ഈ ആവശ്യവുമായിട്ട് രംഗത്ത് വരും. അതും കഴിഞ്ഞ് അവർ നാളെ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നുള്ള അവകാശവും അതുമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ ആളുകളെയൊക്കെ ഹിന്ദുക്കളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുവരെ നിലനിന്നിട്ടുള്ള ആ അനാചാരങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ മാറ്റാം. അത് രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാം, രാഷ്ട്രീയക്കാർ ഇത് പറയാൻ പാടില്ല എന്നില്ല. അങ്ങനെയാണ് ഗാന്ധിയെ നമ്മൾ തെറി വിളിക്കേണ്ടി വരില്ലേ? മന്നത്ത് പത്മനാഭനെ തെറി വിളിക്കേണ്ടി വരില്ലേ? ഇവിടെ ഉണ്ടായിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരെയും നമ്മൾ തെറി വിളിക്കേണ്ടി വരില്ലേ? അവരൊക്കെ ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഇടപെട്ടതിൻ്റെ കാര്യം അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ആയിരിക്കാം, അതെല്ലാം ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും ഈ നേതാക്കന്മാരൊക്കെ പ്രകീർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ, ഇതിനൊക്കെ തള്ളിപ്പറയുന്നൊരവസ്ഥ ഉണ്ടാവുക? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ശ്രീ സജീവൻ, ഞാൻ ചോദിക്കുന്നത് കെ പി ഗണേഷ് കുമാർ ഇങ്ങനെ പരസ്യമായ ഒരു നിലപാടെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. രമേശ് ചെന്നിത്തല SNDPയുടെ പിന്തുണ നേടുന്നു, അതിനുശേഷം NSSന്റെ വേദിയിലെത്തുന്നു, ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ സജീവമാകുന്ന ഘട്ടത്തിൽ ചെന്നിത്തല വീണ്ടും ഉദയം കൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ UDF വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ പരസ്യമായി തിരുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഗണേഷ് കുമാർ NSSന്റെ അതേ സ്വരത്തിൽ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകില്ലേ? തീർച്ചയായിട്ടും ഗോപീഷൻ പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരാരും ചോദിക്കാതെയുള്ള ഈ അഭിപ്രായ പ്രകടനം സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയായിരിക്കണം. കാരണം ഈ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ അദ്ദേഹത്തിനോട് പ്രിയമുള്ളതാണ് NSS ഒരു നിലപാടെടുത്തിരിക്കുന്നു, വളരെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഈ എല്ലാ SNDP യോഗത്തിൻ്റെ പിന്തുണ ഏതാണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കിട്ടി. പിന്നീട് വെള്ളാപ്പള്ളി തള്ളി പറഞ്ഞെങ്കിൽ പോലും അതിനേക്കാളൊക്കെ പുറത്ത് സമസ്തയുടെ യോഗമല്ല സത്യത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് നേതൃത്വമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതായത് സമസ്തയുടെ ഇതാണെങ്കിൽ പോലും അതിൻ്റെ നേതൃത്വത്തിലുള്ള സാദിഖ് അലി തങ്ങളാണ്. അവരാണ് ഇദ്ദേഹത്തെ വിളിക്കുന്ന. സാദിഖ് അലി തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ രമേശ് ചെന്നിത്തല വിളിച്ചതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പോൾ താങ്കൾ പറയാത്തൊരു കാര്യം, ഇന്ന് രമേശ് ചെന്നിത്തലയും ഈ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ രാഷ്ട്രീയ ചർച്ച നടത്തി, രഹസ്യമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. എന്താണ് അവർ സംസാരിച്ച് നമുക്കറിയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല ഇതുവരെ ഒതുങ്ങി നിന്നിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ഫോർ ഫ്രണ്ടിൽ ഉണ്ട്. അതിൻ്റെ താല്പര്യം കൂടി ഒരുപക്ഷെ അടുത്ത് വരാൻ പോകുന്ന UDF ആണ് എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പോക്കിൽ താൻ കൂടി ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്താൻ ആണ് ഞാൻ വരാം സജീവൻ സാർ.